കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒന്നും മറുപടി പറയാനില്ല നിനക്കല്ലേ? എങ്കിൽ നിനക്ക് മുന്നിൽ തലയിടിച്ചു മരിക്കും ഗോപാലകൃഷ്ണൻ. നിന്റെ രക്തക്കൊതി മാറട്ടെ. തലയിടിച്ചു മരിക്കും ഞാൻ. നമ്മുടെ കുഞ്ഞു ശ്യാമ ഈ ഭൂമിയില് അങ്ങനെ അനാഥരാക്കി പോവാൻ പറ്റുമോ അമ്മ? തൃപ്തിയാവട്ടെ നിനക്ക്, തൃപ്തിയാവട്ടെ. 17 വർഷം പടവെട്ടിയ കഥകൾ പറയാറുണ്ടായിരുന്നില്ലേ അമ്മ? അതിങ്ങനെ തോറ്റു കൊടുക്കാൻ വേണ്ടിയായിരുന്നു അമ്മ. പറ. അച്ഛനുപേക്ഷ 3 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് പാമ്പും പഴുതാരും താവളം അടിച്ച് ഒരോല വീട്ടിലേക്ക് വന്നു കയറി പൊരുത്തി ജയിച്ച എന്റെ ശാരദാമ്മയാണോ ഈ കിടക്കുന്നത്? പറ. കാലം അത്രയും തീ ഒരിയതും പുക പിടിച്ച് കരുവാളിച്ചതും നാട്ടുകാരുടെ എച്ചലെടുത്തതും ഗ്ലാസ് കഴിക്കിയതും ഒക്കെ ഒരു സ്വപ്നത്തിന് വേണ്ടിയായിരുന്നു നമ്മ പറയാറില്ല. ഈ ശാലിനി മോള് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ വന്ന് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി കരിയടുപ്പിലെ പുക കൊണ്ട് കണ്ണീന്ന് വെള്ളം വരുമ്പോഴും മങ്ങാതെ കണ്ട സ്വപ്നം. തിരിച്ചതാ എന്റെ ശാരദയെ, തിരിച്ചതാ, തിരിച്ചതാ. അമ്മയില്ലാത്ത ലോകത്ത് ആ സ്വപ്നം ഉണ്ടാവില്ല. ഒരിക്കലും അമ്മയില്ലാതെ IAS ആവില്ല ശാലിനി. അമ്മ ഈ ഭൂമി വിട്ടു പോകുന്നതോടെ ആ സ്വപ്നം ഉപേക്ഷിച്ച് കളയും ശാലിനി. അമ്മ എരിയുന്ന ചിതയിൽ എരിഞ്ഞു തീരുവ പുസ്തകങ്ങൾ. ഒരു നാടിന്റെ മുഴുവൻ സ്വപ്നങ്ങൾ കത്തി എറിഞ്ഞ് തീരട്ടെ. കുട്ടിയൊന്ന് പുറത്തോട്ട് നിൽക്കുക. ഒരു തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരീരത്തിൽ. കരിമൂർഖന്റെ വിഷമ ഇതിനകം ജീവനറ്റ് പോയിട്ടുണ്ട്. ശരീരം പുറത്തേക്കെടുക്കാൻ പുരുഷന്മാരെ ആരെങ്കിലും വിളിക്കുക. അങ്ങനെയൊക്കെ തോന്നും. പ്രിയപ്പെട്ടവരുടെ മരണം അംഗീകരിക്കാൻ മടിക്കുന്ന മനസ്സ് കാണിക്കുന്ന ഓരോ വിക്രിയകളാതൊക്കെ. നാഗരാജന്റെ പ്രജകൾ വഴിയുണ്ടാകുന്ന ജീവന്റെ കണക്കെടുപ്പ് മുൻകൂട്ടി അറിയാൻ സിദ്ധിയുള്ളവരാ കുളത്തൂർ മനയിലെ വിഷകാരികൾ. ഇവരുടെ ജീവൻ ചിത്രഗുപ്തന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞതാ ഞാൻ. ആ ചെറിയ കുട്ടിയുടെ കണ്ണീര് കണ്ടതുകൊണ്ടാ ഇത്ര നേരം ഇവിടെ കിടത്തി എന്തെങ്കിലും ചെയ്തു നോക്കാൻ ശ്രമിച്ചത് തന്നെ.
കുട്ടിക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഓരോ ജീവനും പിറവിയെടുക്കുമ്പോഴേ ആയുസ്സും കുറിക്കപ്പെട്ടിട്ടുണ്ടാകും. അമ്മ ഇനിയില്ല. കുട്ടി, മനസ്സിനെ അത് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതുപോലുള്ള കരച്ചിലും നിലവിളിയൊന്നും കാണാൻ വയ്യാത്തതുകൊണ്ടാ ഇവിടെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആ കുട്ടിയെ പിടിച്ചു മാറ്റുക. കുട്ടി, കുട്ടി എഴുന്നേൽക്കൂ. തിരുവേനി, നാഗരാജ, നീ രക്ഷിച്ചു. കുട്ടി, ഇനിയൊന്നും പേടിക്കാനില്ല. വിഷക്കല്ല് പാമ്പിൻ വിഷം മുഴുവനും വലിച്ചെടുത്തു കഴിഞ്ഞു. കൈവിട്ടെന്ന് കരുതിയ ജീവൻ ജഗദീശ്വരൻ മടക്കി തന്നിരിക്കുന്നു. അത്ഭുതം, മഹാത്ഭുതം. നൂറ്റാണ്ടുകളായി കുളത്തൂർ മനയിലെ വിഷഹാരികൾ നടത്തിയ പ്രവചനങ്ങൾ ആദ്യമായി തെറ്റിയിരിക്കുന്നു. ഈ സ്ത്രീയുടെ പൂർവജന്മ പുണ്യം, ഈ ജന്മത്തിലെ സുഹൃതങ്ങൾ, പാതിവൃത്യ ബലം, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ മനമുരുകിയുള്ള പ്രാർത്ഥന, ഇതെല്ലാമാണ് തുണച്ചതെന്ന് കരുതിക്കോളൂ.
ചേച്ചി മോളെ, ദൈവം നമ്മളെ കൈവിട്ടില്ല. വിഷക്കല്ല് നീലയായി. അമ്മയുടെ ശരീരത്തിലെ വിഷം ഇറങ്ങി. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. സത്യം സത്യം. തിരുമേനി ക്ഷമിക്കണം. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇതിൽ തെറ്റിദ്ധാരണയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. അവനവൻ അറിയാത്തതിനോട് പുച്ഛമോ ഭയമോ ഉണ്ടാവുക സ്വാഭാവികം. നിങ്ങൾക്കും എനിക്കും അങ്ങനെ ഉണ്ടാവാം. ഞങ്ങൾക്കിപ്പോ ഒന്ന് കാണാൻ പറ്റുമോ തിരുമേനി? ആൾക്കിപ്പോ കുറച്ചു സമയം വിശ്രമം ആവശ്യമാ. അതിനുശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അവിടെ എത്തിയാലും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറെ ക്ലേശിച്ച് മടക്കി കിട്ടിയ ജീവനല്ലേ, ശരീരം ഇളതായിരിക്കും. ഇതിന്റെ ഫീസ്? ഇതിന് പണം വേണ്ട. കുളത്തൂർ മനയുടെ പേരും പെരുമയും ഒന്നുകൂടി ഉയർത്തി ശാരദാമ്മ. പിന്നെ അറിയാത്ത ചില കാര്യങ്ങൾ എനിക്കുകൂടി പഠിക്കാനായില്ലേ? ഒരു നാടിന് മുഴുവൻ അന്നം നൽകുന്ന പുണ്യത്തെ അത്ര പെട്ടെന്ന് കൊണ്ടുപോകാൻ സാക്ഷാൽ യമധർമ്മനും ലജ്ജ തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഈ കുട്ടികളുടെ ഒത്തൊരുമ, മാതൃസ്നേഹം, നിഷ്കളങ്കത്വം, വിലയിടാനാവാത്ത അതൊക്കെ കൂടിയ ശാരദാമ്മയുടെ ജീവൻ മടക്കിക്കൊണ്ടുവന്നത്. ഇത്തിരി പോന്ന ഈ കുട്ടി കാരണമാണ് ഞാൻ ശാരദാമ്മയെ ഇവിടെ ചികിത്സക്കെടുത്തത് തന്നെ. എനിക്കെന്റെ മകളെ ഓർമ്മ വന്നു. പിന്നെ ശാരദാമ്മയുടെ ഭർത്താവ് നെഞ്ചുരുകിയ ആള് പ്രാർത്ഥിച്ചത്. അല്ല, എവിടെ ആള്? അത് ഞാൻ കയറി വരുമ്പോ അങ്ങോട്ട് പോകുന്ന കണ്ടു. നാഗത്തറയ്ക്കടുത്ത് കണ്ടിരുന്നു. എവിടെ? തെക്ക് ഭാഗത്തേക്കോ? അതെ. ഞങ്ങള് നോക്കട്ടെ. ആ, വാ. അയ്യോ അച്ഛ, അച്ഛ എനിക്ക് അച്ഛ എന്ന് പറ്റിയേ? ആരെങ്കിലും പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ ചന്ദ്ര. അച്ഛ, എന്താ അച്ഛന് പറ്റിയത്? അച്ഛ എനിക്ക് അച്ഛൻ സ്വയം തല കൊണ്ട് കല്ലിൽ ഇടിച്ചതാ. എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ ചെയ്തത്? വെള്ളം തളിക്ക് കൊടുക്ക. അച്ഛ കണ്ണു തുറക്കച്ഛ. മക്കളെ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. വിഷം ഇറങ്ങി. ഇനി വീട്ടിൽ പോവാം.
എന്തിനാ അച്ഛ ഇങ്ങനെ കാണിച്ച്? എന്ത് കാണിച്ചെന്ന്? ഞാൻ ഇതുവഴി വന്നപ്പോ കാലിടറി വീണതാ. തല ചിലപ്പോ ആ കല്ലിന്മേലിടിച്ച് ബോധം പോയതായിരിക്കും. അച്ഛാ എണീറ്റേ അച്ഛാ. വെള്ളം. കുടിച്ചാട്ടെ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛ, കുറച്ച് വിശ്രമം വേണമെന്നേ ഉള്ളൂ. പതുക്കെ. നാഗരാജ, നന്ദി. ഞാനിനി ഇറങ്ങട്ടെ. അച്ഛാ, അച്ഛന് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നീ എന്താ വിളിച്ചത്? അച്ഛാന്ന്. സന്തോഷമായി മോനെ. അച്ഛന്റെ മനസ്സ് നിറഞ്ഞു. എന്റെ ശാരിക മോള് ഭാഗ്യവതിയാണെന്ന് മനസ്സിലായി. അച്ഛൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അച്ഛനെന്തിനാ സാറേ നമ്മളോട് നുണ പറഞ്ഞത്? ചില നുണകളുടെ മൂടുപടമിട്ടാലേ ജീവിതം മുന്നോട്ട് ഭംഗിയായി പോകുമോളെ. ഒന്ന് വേഗം വിടടാ. ആ കിടപ്പ് കാണാൻ എനിക്ക് കൊതിയായിട്ട് പാടില്ല. എത്തി ചേച്ചി, ഇത് കൊളത്തൂർ മനയിലേക്കുള്ള വഴിയാ. നല്ല പരിചയമുള്ള കാറാണല്ലോ. ഇത് അളിയന്റെ കാറാണല്ലോ. ഇയാളിത് എന്തു ഭാവിച്ച? എന്താ അളിയാ? ആരാ തലയടിച്ച് വിളിച്ചത്? രണ്ടാളും കൂടി എങ്ങോട്ടാ? അതിപ്പോ അളിയന്റെ ഒരു വിഷയമല്ലല്ലോ. എന്റെ മാത്രം വിഷയമാടാ. ഈ കാറും ഇതിലടിക്കുന്ന എണ്ണയും എന്റെ പോക്കറ്റിൽ നിന്ന്, പിന്നതെ എന്റെ ഭാര്യയും. കാറ് പലതും വാങ്ങിച്ചിടാൻ ഗോപാലകൃഷ്ണന്. ഭാര്യ അതുപോലെയാണെന്ന് മാത്രം വിചാരിച്ചു കളയരുത്. ആവശ്യമുള്ളപ്പോ ആവശ്യമുള്ളത് എടുത്തങ്ങ് ഉപയോഗിക്കാം. അതൊക്കെ തെറ്റിദ്ധാരണയാണ് രാജേശ്വരി. തെറ്റിദ്ധാരണയാണെന്നും എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിലെന്നോ ഒരു സ്ത്രീയെ ഉണ്ടായിരുന്നുള്ളൂ എന്നും അറിയാം. അത് ഞാനല്ലായിരുന്നു. നീ നിന്റെ മനോധർമ്മം അനുസരിച്ച് എന്ത് വേണോ വ്യാഖ്യാനിച്ചോ രാജേശ്വരി. ഇത്രയും കാലം നിന്നെ ഓരോന്ന് ബോധ്യപ്പെടുത്താൻ പെടാപ്പാട് പെടുകയായിരുന്നു ഞാൻ.
അതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി. ഇനി ഞാനതങ്ങ് നിർത്തുക. അതിന്റെ ആവശ്യം ഉണ്ടാവില്ല അളിയ. അളിയന്റെ താലി കഴുത്തിലടിഞ്ഞ് ഇനി ഒരു സ്ത്രീയെ ഈ ഭൂമിയിലുണ്ടാവും. അപ്പൊ അതാണ് കെട്ടിയൊരുങ്ങിയുള്ള ഈ പുറപ്പാടിന്റെ കാര്യം. വിഷം തീണ്ടിയ ശാരദ മരിച്ചു കിടക്കുന്നത് കാണാൻ അല്ലേ? അത് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയില്ല ആരുടെ മുമ്പിലും. ഇന്ന് ഞാൻ കാണുന്ന സ്വപ്നം അത്. ആ സ്വപ്നം നീ നിന്റെ കണ്ണിനുള്ളിൽ തന്നെ വെച്ച് പൂട്ടിക്കോ രാജേശ്വരി. വിഷം തീണ്ടിയെങ്കിലും ശാരദയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കുളത്തൂർ മനയിലെ അനന്തൻ തിരുമേനി അവളെ രക്ഷിച്ചു.